ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എപ്പോഴത്തെ പോലെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ബീട്രൂട്ട് തോരനാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് 2 മീഡിയം സൈസ് ബീട്രൂട്ട് തൊലി കളഞ്ഞ് നന്നായി വാഷ് ചെയ്ത് ഈ സ്മോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണിത്. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് കടുകാണ്. കടുക് 1/2 ടീസ്പൂൺ വേണ്ടത്. ഇനി വേണ്ടത് പച്ചമുളക് 3 ചെറുത് വട്ടത്തിൽ അരിഞ്ഞതാണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് കറിവേപ്പില 2 തണ്ട്, പിന്നെ സവാള ഒരു ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞത്, പിന്നെ തേങ്ങ ചുരുണ്ടിയത് അരമുറിയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഇനി വേണ്ട മസാലാസ് വളരെ കുറച്ച് മതി. നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, ഉപ്പ് 1 ടീസ്പൂൺ. മുളക് പൊടിക്ക് പകരം കുരുമുളക് ആഡ് ചെയ്താലും ടേസ്റ്റ് ആയിരിക്കും. ഞാൻ എരിവില്ലാത്ത മുളകാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന കടുക് 1/2 ടീസ്പൂൺ ആഡ് ചെയ്യുക. അതെല്ലാം പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. കറിവേപ്പില ആഡ് ചെയ്തതിന് ശേഷം സവാള നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിരുന്നത് ആഡ് ചെയ്യുന്നു. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഏകദേശം ഒരു ഹാഫ് ബോയിൽഡ് ആയിട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് മാറ്റി വെച്ചിരുന്ന പച്ചമുളക് ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നേരത്തെ മാറ്റി വെച്ചിരുന്ന മസാലാസ്, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ പച്ചക്കുത്തൽ സ്മെല്ലൊക്കെ മാറി വരുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന ബീട്രൂട്ട് ആഡ് ചെയ്യാം. വളരെ സിമ്പിളാണ്, വേഗം കുക്ക് ചെയ്ത് കഴിയും. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് കുറച്ച് നേരത്തേക്ക് ഇത് അടച്ച് മാറ്റി വെക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കുമ്പോൾ വെള്ളമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ബീട്രൂട്ടിന് ഒരു ഹാഫ് ബോയിലായിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന പീര ആഡ് ചെയ്യുന്നു. നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. പീര എല്ലായിടത്തും മിക്സാക്കി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് മൂടി വെക്കാൻ. നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമ്മളിത് മൂടി വെക്കാൻ പോവുകയാണ്. ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ കണ്ടോ, ബീട്രൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഡ്രൈ ആയി നല്ല സൂപ്പർ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കണ്ടില്ലേ? ഒന്നുകൂടെ ഉപ്പൊക്കെ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് ആവശ്യാനുസരണം വേണമെങ്കിൽ ആഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടോ, നല്ല സ്മെല്ലൊക്കെ വന്ന് സൂപ്പറായിട്ടുണ്ട്. കണ്ടില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും വീട്ടിൽ ഒരു സൈഡ് ഡിഷായിട്ട് ഇത് മിക്കവാറും വീടുകളിലൊക്കെ വെക്കാറുള്ളതാണ്. എന്നാലും എൻ്റെ ഈ ചെറിയൊരു റെസിപ്പി നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇത്തരം ചെറിയ റെസിപ്പീസ് ആദ്യം ഷെയർ ചെയ്ത് തുടങ്ങുന്നത്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.